with another brand new episode of CN Vlogs. നമ്മളപ്പോൾ ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് കോതമംഗലത്ത് ഉള്ള ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂക്കുപാലമുള്ള സ്ഥലമാണ് ഇഞ്ചത്തൊട്ടി. നല്ല ക്ലൈമറ്റാണ്. ആക്ച്വലി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു നല്ല സമയത്തല്ല, അതായത് ഏകദേശം ഉച്ച സമയത്താണ് എത്തിയിരിക്കുന്നത്. ഒരു 6-7 മണിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ നല്ല ക്ലൈമറ്റും അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷം, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഉച്ച സമയമായതുകൊണ്ട് വെയിലാണ്, പക്ഷേ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥലത്തെ സുന്ദരമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. നമ്മൾ പോണേ. അപ്പോൾ ഇവിടം വരുമ്പോൾ നിങ്ങൾക്ക് ഹൗസ് ബോട്ടല്ല പെഡൽ ബോട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് സേഫ്റ്റി ഉള്ള സാധനങ്ങൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ കടികൾ കിട്ടാനുള്ള നല്ല കടകളുണ്ട്. അതായത് പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള കടകൾ. പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും നമുക്ക് കരിക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കാം. പക്ഷേ കോവിഡിൻ്റെ സിറ്റുവേഷൻ കാരണം കുറച്ചാളിത് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കുറവാണ്. നമുക്ക് ധൈര്യമായിട്ട് മാസ്കില്ലാതെ നടക്കാം. തിരക്കും കാരണം കുറവാണ്. അപ്പം നമുക്ക് പാലത്തിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ കൂടെ തന്നെ കുറേ സ്ഥലങ്ങൾ, നിറയെ ആമ്പലുകൾ ഉണ്ടായി നിൽക്കുന്ന സ്ഥലം, അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. അതെ, കിട്ടുന്നുണ്ടോ? നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം കുറേ അറിയിപ്പുകൾ അവർ പറയണ്ടാവും, അത് ശ്രദ്ധിക്കുക. അതുണ്ടോ, തൂക്കുപാലം ബലക്ഷയം സംഭവിച്ചിരിക്കുന്നതിനാൽ ആളുകൾ കൂട്ടമായി കയറുന്നതും ഇരുചക്ര വാഹനങ്ങൾ കയറ്റുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതായത് ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ ആളുകൾ വന്നിട്ട് കൂടുതൽ ആളുകൾ കയറി അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലും പോകുമ്പോഴും നമ്മൾ സേഫ്റ്റി എന്ന സാധനം ഒരു പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇത് വെള്ളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, അതായത് ഈ പുഴയിൽ നിന്ന് ഒരുപാട് നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ പാലം സ്ഥിതി ചെയ്യണേ. അപ്പം ശരിക്കും ഒരു 6-7 മണിക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കാണുന്ന മല കണ്ടോ, ആ ഭാഗത്തൊക്കെ ശരിക്കും മേഘം ഇറങ്ങി നിൽക്കുന്ന ഒരു ആംബിയൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല ആട്ടം ഉണ്ട് കേട്ടോ, നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ പാലം. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നോക്കി. നല്ല എന്താ പറയുക, വെയിലുണ്ടെങ്കിലും നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്. നല്ല രസമല്ലേ നോക്കിയത്. അങ്ങോട്ട് നോക്കി സ്ഥലങ്ങളുണ്ടോ. എടുക്കാം. നല്ല വെയിലായതുകൊണ്ട് വീഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല രസമാണ്, നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും മൂവാറ്റുപുഴ ഭാഗത്തുള്ള, അല്ലെങ്കിൽ നമുക്കൊരു ഇടയ്ക്കൊന്ന് ഫാമിലി ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ വരാൻ പറ്റുന്ന ടൈമാണ്. ഒന്നുകിൽ നിങ്ങൾ വെളുപ്പിന് ഒരു 6-6:30-7 മണി സമയത്ത് വരിക, ആ സമയം കംഫർട്ടബിൾ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണി ആ ഒരു ടൈം നോക്കിയിട്ട് വെയിൽ ആറുന്ന സമയം നോക്കി വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റാണ്. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവർ സൂക്ഷിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ പാലത്തിന് ഇടയ്ക്കാണെങ്കിലും സേഫ്റ്റി ഉള്ള രീതിയിലൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിലും, പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ ഒരുപാട് നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടും കോവിഡ് നമ്മൾ ഇഞ്ചത്തൊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ, ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ ഇപ്പുറത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു മുനിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ഒരു മുനി തപസ് ചെയ്തിരുന്നു, മുനി അവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വണ്ടി കൊണ്ടു പോകുമ്പോൾ എല്ലാവരും ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ സ്റ്റേ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മുനിപ്പാറയും കൂടെ പോയി ഒന്ന് കണ്ടേക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് മുനിപ്പാറ എന്താണ് സംഭവം എന്ന് നോക്കുന്നത് കാണാം. കണ്ടിട്ട് വന്നിട്ട് വേറെ അടുത്ത് നല്ല നല്ല സ്ഥലങ്ങളിലേക്കും കൂടെ നമുക്കൊന്ന് പോവാം.
ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യത്തൊട്ടിൽ വന്നു കഴിഞ്ഞാൽ കയാക്കിംഗ് കൂടി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. 100 റുപ്പീസ് 200 റുപ്പീസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ട്രൈ ചെയ്യുന്നില്ല. അങ്ങനെ സ്വന്തം റിസ്കിൽ തിരിച്ച് നീന്തി വരണം, ആണ് തുഴഞ്ഞു വരണം, അതില്ലെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. അപ്പോൾ കയാക്കിംഗ് ഫെസിലിറ്റീസ് നമുക്കിവിടെ വന്ന് അവൈലബിൾ ആണിത്. ഞാൻ ആദ്യം കാണിച്ചാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫിഷ് സ്പാ വരെ ഉണ്ട്, കണ്ടില്ലേ? നാച്ചുറലായിട്ട് നമ്മൾ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ രൂപ നമ്മൾ മുടക്കണതിന് വേണ്ടിയിട്ട് ഇത് ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. നല്ല ഏരിയ അല്ലേ? ക്ലൈമറ്റും കൂടെ ഓക്കെ ആണെങ്കിൽ നല്ല ഹെവി ക്ലൈമറ്റും കാര്യങ്ങളും നല്ല എന്താ പറയണേ, നമുക്ക് ടൂറൊക്കെ വന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റുന്ന നല്ല ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാണുന്നതാണ് മുനിയറ. അതായത് കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് മുനി ഇരുന്ന് തപസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏത് മുനി എന്നൊന്നും ചോദിക്കരുത്, അത് ഇവർക്കും അറിയില്ല. ഇതാ കണ്ടോ, കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ട് കണ്ടോ. ഇതാണ് മുനിയറ. പാറയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനകത്തിരുന്ന് തപസ് ചെയ്തു എന്നാണ് പറയണേ. അപ്പോൾ അതാണ് നമ്മുടെ മുനിയറ നിങ്ങളെ കാണിച്ചു തന്നത്. അതായത് 3-4 കല്ലുകൾ ഇങ്ങനെ പാറ കഷ്ണങ്ങളാണ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് മുനി ഇരുന്നു എന്നാണ് പറയണത്. അതിൻ്റെ പിന്നിലുള്ള കഥകളോ ചരിത്രമോ ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടും പറഞ്ഞതല്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പം അങ്ങനെ മുനിയറ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്, നമ്മുടെ ഇഞ്ചത്തൊട്ടിയോട് ചേർന്ന സ്ഥലം. പക്ഷേ ഇവിടെ വരണം, കാരണം നല്ല രസമാണ് വരണ വഴി. ഞങ്ങളൊരു ഓട്ടോറിക്ഷയിൽ വന്നതുകൊണ്ട് നമുക്കത് ക്ലിയറായിട്ടത് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ നല്ല രസമാണ്, നിറയെ കണ്ടു. ഇതിപ്പോൾ ഈ വേനലായതുകൊണ്ടാണ് ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നല്ല മഴയൊക്കെയുള്ള സീസണാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ല തളർത്ത് നല്ല രസമായിരിക്കും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഇഞ്ചത്തൊട്ടിയും അതിന് ചുറ്റുപാടുള്ള ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ഫോട്ടോസെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിച്ച് വെക്കാമല്ലോ. അങ്ങോട്ടൊക്കെ ഏരിയ ആണ് കേട്ടോ, അങ്ങോട്ടൊക്കെ പോകാൻ തോന്നുന്നു. എനിക്ക് അങ്ങനെ ഉള്ളിലോട്ട് കയറി കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും എന്തായാലും പോകുന്നില്ല, ഒന്നാമത് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. നിങ്ങൾക്ക് കൂട്ടം കൂടി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പണ്ട് നമ്മുടെ ജയൻ സാറൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഇരുമ്പഴി എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനായിരുന്നു നമ്മൾ ഈ കാണുന്ന ഈ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ. പഴയ ഒരുപാട് സിനിമകളിലെ സ്റ്റണ്ട് സീൻസും അതുപോലെ തന്നെ ഹൊറർ സീൻസും ഒക്കെ ജയൻ സാറ് നസീർ സാറിൻ്റെയൊക്കെ സിനിമകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഏരിയ. ഞങ്ങളിപ്പോൾ ഇഞ്ചത്തൊട്ടിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ തട്ടേക്കാട് വനമേഖലയായി. അപ്പോൾ തട്ടേക്കാട് കൂടി പോയിട്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാൽ തട്ടേക്കാടിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തട്ടേക്കാട് വനമേഖലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ട്, കാരണം എൻ്റെ ഉള്ളിൽ പുറകിൽ ഒരു ബോർഡ് നിങ്ങൾ കണ്ടോ, അതായത് ഏത് സമയവും വന്യമൃഗങ്ങൾ വട്ടം ചേടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് പതുക്കെ പോവുക. ആന തൊട്ട് അത്യാവശ്യം മൃഗങ്ങളുള്ളൊരു ഏരിയയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തട്ടേക്കാടും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തട്ടേക്കാടിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക. അഡൽസിന് 50 രൂപയാണ് നിരക്ക്. പിന്നെ വേറെ സെപ്പറേറ്റ് വീഡിയോ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 255 സംതിങ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ടിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് തട്ടേക്കാടിലെ കാഴ്ചകൾ കാണാം. എന്തായാലും നല്ല വെയിലും കാര്യങ്ങളാണ്, എന്നാലും ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ നല്ല രസമുള്ള കാഴ്ചകൾ, കാരണം വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ആണെങ്കിൽ നമ്മൾ കൂടെ വന്ന ഇപ്പോൾ വിസിറ്റേഴ്സ് ഈ വഴിയാണ് പോകേണ്ടത്. ഞാൻ മാസ്കൂരിൽ വേറെ ഒന്നും കൊണ്ടല്ല, അത് ആൾക്കാർ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെയും കാര്യങ്ങളൊക്കെ ഇതിലെ കാണാം. കണ്ടിട്ട് നമുക്ക് അതിലെ കറങ്ങി നമുക്ക് കയറി പോയിട്ട്
ബാക്കി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്തൊക്കെ പക്ഷികളുണ്ട്, ബട്ടർഫ്ലൈസും ഉണ്ട്, ഒരുപാട് ബേർഡ്സും ഉണ്ട്. നോക്കാം. ഞാൻ കുറേ കുഞ്ഞിൻ്റെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂറ് പോയത് ഓരോ ഓർമ്മയുള്ളൂ എനിക്ക് തട്ടേക്കാടുമായിട്ട്. പിന്നെ ഇപ്പോഴാണ് വരണത്, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ വീട്ടിലുള്ള ആളൊക്കെ ഉണ്ടോ? നമ്മുടെ ദേശീയ പക്ഷി പീക്കോക്ക്. പീക്കോക്ക് ഹലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ആൺമയിലാണേ, നല്ല പീലിയൊക്കെ ആയിട്ടുള്ള ആൺമയിലാണിത്. നമ്മളീ പെൺമയിലിന് പീലിയും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അഹങ്കരിച്ചുകൊണ്ട് എല്ലാ മൃഗങ്ങളും ആണുങ്ങളെ കാണാനാണ് നല്ല ഭംഗിയാണ്. ഇത് മീൻ കൂമൻ. കൂമൻ എന്ന് പറഞ്ഞാൽ മൂങ്ങ. നോക്കണുണ്ടോ? നിങ്ങൾ നോക്കി പഠിപ്പിക്കണുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അച്ഛൻ എന്നെ നോക്കി പേടിപ്പിക്കുക. അച്ഛന് പകല് അത്ര കാഴ്ചയില്ലല്ലോ. ആദ്യം കണ്ട ആൺമയിലൊരു പെൺമയിൽ. ഞാൻ പറഞ്ഞില്ല, പെൺമയിലിന് വാലുണ്ടാവില്ല, പീലിയില്ല. കണ്ടോ, ഇതാണ് പെൺമയിൽ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇവിടെ കൺജസ്റ്റഡ് ആയിട്ടല്ല ബേർഡ്സിനൊന്നും ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി പേര് കൺജസ്റ്റഡ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പോകുമ്പോൾ ആരോഗ്യമില്ലാത്ത പോലെ കാണുന്നത്. പക്ഷേ നല്ല നീറ്റാണ്, നല്ല നീറ്റായിട്ടാണ് അവരെ ഒരു പരിപാലിച്ച് പോകുന്നത്. അടുത്ത കൂട്ടിലാരാന്ന് നോക്കാം. ഇത് നമ്മുടെ തനി നാടൻ തത്തയാണ്. കണ്ടോ, കഴുത്തിന് ചുറ്റും ചുവപ്പ് കളറും അടിയിൽ ബ്ലാക്കും. ഇതാണ് നാടൻ തത്ത എന്ന് പറയുന്നത്. ആൾ സാലഡാണ് കഴിക്കുന്നത്. അതിനകത്ത് ഓണിയനും കടലയും ഒക്കെ ഇട്ടിട്ട് ഹെൽത്തി ഫുഡാണ് ആൾ കഴിക്കുന്നത്. ഡയറ്റ്. അത് കിട്ടിയോടാ. അത് പിന്നെ നമ്മൾ എന്ത് കാണിച്ചാലും ഇമിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആദ്യം വാവ് വിട്ട് കാണിച്ചപ്പോൾ എന്നെ വാവ് കാണിച്ചു. ഹായ് ബഡി. ഹായ് ബഡി. തൊട്ടേ. Can I touch you? Can I touch you? വാവോ, പേടിച്ചിട്ട് മാറിയിരിക്കണ ആളോ. ആള് വയലന്റ് തോന്നുന്നു. എടാ, ക്യാമറയ്ക്ക് പോസ് ചെയ്യടാ. ഒന്ന് പോടി പെണ്ണേ. വേണ്ട. ആ ഏരിയയിലൊക്കെ ഔഷധ സസ്യ പ്രദർശന തോട്ടമാണ്. അത് നമ്മുടെ കറ്റാർവാഴയും തുളസി അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയം. അപ്പോൾ ഇതിനകത്ത് കുറേ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണേ. ഇത് ഞാവലാണ് കേട്ടോ, ഞാവൽപ്പഴം. ഞാവൽ മരമാണ്. ഒരുപാട് മരങ്ങളുണ്ട്. വയന, ഇത് വയനമരാണ്. അടയൊക്കെ പൂരയുടെ ഷേപ്പിലുള്ള ഭാഗം. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിലേക്കുള്ള എൻട്രൻസ്. കുറേ ചെടികളും കുറേ ബട്ടർഫ്ലൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊന്ന് പോയി നോക്കാം. വളരെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചായിട്ടുള്ള ഒരു കവിതയും പല പല നാളുകൾ ഞാനൊരു പോയി വായ്പ കുട്ടിയിലിറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഒരു പൂമ്പാറ്റ സോങ്. അപ്പോൾ നമുക്ക് പൂമ്പാറ്റകളുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടത്തിയല്ലോ. പൂമ്പാറ്റ കണ്ടാലില്ലേലും ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇഷ്ടംപോലെ ചെടികൾ, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നല്ല രസമല്ലേ. ചുറ്റും പുറമൊക്കെ നിറയെ പൂക്കൾ, പൂമ്പാറ്റകൾ, വെറൈറ്റി ഓഫ് പൂമ്പാറ്റകൾ, മയിൽ കണ്ണി അങ്ങനെയൊക്കെയുള്ള പേരുകളുള്ള പൂമ്പാറ്റകളൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എപ്പോഴും നനച്ചോണ്ടിരിക്കണോണ്ടായിരിക്കും നല്ല തണവും രസമാണ്. പൂങ്കാരെന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടില് അന്യം നിന്നുപോയ കുറച്ച് ചെടികളില്ലേ, നമ്മുടെ നാടൻ ചെടി, അങ്ങനെയുള്ള ഒരുപാട് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വരയങ്കടുവ എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ ഉണ്ട്. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വരയങ്കടുവ കാണാൻ പറ്റും.
കക്കാടും പോയി ഇഞ്ചത്തോട്ടിലൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പോകാനുള്ള പരിപാടി. ഒന്നാമത് നല്ല വെയിലാണ്, അതല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ എൻജോയ് ചെയ്ത് നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളും നമുക്ക് പറ്റാത്തത് കൊണ്ട് തൽക്കാലം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.